അമ്മയിലെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി. സംഘടനയ്ക്കുള്ളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമിതി. സമിതിയിൽ MLA രമേശ് പിഷാരടിയുമുണ്ട്. മുത്തുമണി, പൊന്നമ്മ ബാബു എന്നിവരും അംഗങ്ങളാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും സമിതിയിലുണ്ട്. നവമി ചേരും. നവമി, ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമിതി അന്വേഷിക്കുക? ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ അധികം പരാതികളുണ്ട് പരസ്പരം. രഞ്ജിത്ത്, പ്രധാനമായും അൻസിബ ടിനി ടോമിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി കേൾക്കുന്നതിനായി ഈ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ അല്ലാതെ മറ്റ് 3 പേരുടെ പേരുകളായിരുന്നു അൻസിബ നിർദ്ദേശിച്ചത്. എന്തായാലും ആ പേരുകൾ, അതിൽ ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ, മറ്റൊന്ന് രമേശ് പിഷാരടി, അങ്ങനെ 3 പേരുടെ പേരായിരുന്നു ഹൻസിബ മുന്നോട്ട് വെച്ചത്. പക്ഷേ മാല പാർവതി പക്ഷെ അവരാരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ്, സെക്രട്ടറിയും മറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുമായിരിക്കും പരാതി കേൾക്കുക എന്ന അൻസിബയ്ക്ക് മറുപടി നൽകിയിരുന്നു. പക്ഷെ അൻസിബ അതിനോട് യോജിക്കുന്നില്ല. തന്റെ പരാതി ഈ സംഘടനയിലുള്ള അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ കേട്ടുകഴിഞ്ഞാൽ തനിക്ക് നീതി ലഭിക്കില്ല എന്നൊരു നിലപാട് അൻസിബ സ്വീകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പരിഹാര സമിതിയിൽ രമേശ് പിഷാരടി, പൊന്നമ്മ ബാബു, മുത്തുമണി എന്നീ 3 പേരുടെ കൂടി ചേർത്തിരിക്കുന്നത്. അതായത് മൊത്തം 5 പേരുള്ള സമിതിയിൽ പ്രസിഡന്റും സെക്രട്ടറിയും കൂടാതെയാണ് മറ്റു 3 പേരും. എന്നാൽ പ്രസിഡന്റും സെക്രട്ടറിക്ക് മുൻപാകെ തന്റെ പരാതികൾ ബോധിപ്പിക്കില്ല എന്ന നേരത്തെ അൻസിബ തീരുമാനമെടുത്തിരുന്നു. എന്നാലും ഇപ്പോൾ ഈ 5 പേരിൽ ബാക്കി 3 പേരും കൂടി, അതിൽ അൻസിബ ഉന്നയിച്ച ഒരാളുടെ പേര് രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി ഈ സമിതിയിലുണ്ട്. പക്ഷെ സമിതിക്ക് മുന്നിൽ എത്തുമോ എന്നതിൽ അൻസിബ ഇതുവരെ പ്രതികരണം നൽകിയിട്ടുമില്ല. അൻസിബ നൽകിയ പരാതിയാണ് പ്രധാനമായും ഈ സമിതി അന്വേഷിക്കുന്നത്. ശരി. പോലീസിന് നേരെ ഭീഷണിയുമായി അർജുൻ ആയങ്കി. കോതമംഗലം CIയെ വെറുതെ വിടില്ല, കായികപരമായി നേരിടും, സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണി. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പുന്നേക്കാടുള്ള ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു അർജുൻ ആയങ്കയെയും സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ മരട് അനീഷിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ പോലീസ് അന്ന് പിടികൂടിയത്. പിന്നീട് ഇവരുടെ കാറടക്കം കസ്റ്റഡിയിലെടുത്തു. ഇവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ കടന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കി കോതമംഗലം സബ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ കുറിപ്പിന്റെ തുടക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ളതും വളരെ മോശമായിട്ടുള്ള ഭാഷയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിനു പിന്നാലെ അന്ന് പോലീസ് പിടികൂടിയ ആളുകളുടെ ജീവിത സാഹചര്യം വിവരിച്ചുകൊണ്ടുള്ള ഒരു വൈകാരികമായ ഒരു കുറിപ്പ് കൂടി അർജുൻ ആയങ്കി അതിൽ ഇട്ടിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ജീവിതം താറുമാറാക്കിയ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും കുറിപ്പിലുണ്ട്. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനിയൊരാൾക്കും നേരിടേണ്ടി വരരുത്. നിന്നെപ്പോലുള്ള കാക്കിയിട്ട ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടാൽ കായികപരമായും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നീയും നിന്റെ ഡിപ്പാർട്ട്മെന്റും ഭരണ പാർട്ടിയുടെ ഒത്താശയോടെ ഇനിയും എന്നെ ദ്രോഹിക്കുമെന്നറിയാം. യുദ്ധപ്രഖ്യാപനം നീ അടങ്ങുന്ന സിസ്റ്റത്തിനെതിരെയല്ല. ഈ സിസ്റ്റത്തിലെ കൈക്കൂലിയും കൂട്ടിക്കൊടുപ്പും കൊട്ടേഷനും നടത്തി ചിരിച്ചുകൊണ്ട് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളായ നിന്നെ പോലുള്ള ക്രിമിനലുകൾക്കെതിരെയാണെന്നുമാണ് ഈ കുറിപ്പിൽ പറയുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്താണ്, ഒരു കുറിപ്പാണ് അർജുൻ ആയങ്കി ഫേസ്ബുക്കിലൂടെ ഇട്ടിരിക്കുന്നത്. തന്നോടൊപ്പം പിടികൂടിയവരിൽ 2 പേര് തന്നെ അറിയാത്ത ആളുകളാണ്. അവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഒപ്പം തനിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, അവരുടെ ജീവിത സാഹചര്യം, അതിലൊരാൾ അസുഖബാധിതനായിരുന്നു, അതുപോലും കണക്കിലെടുക്കാതെയല്ലേ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചതെന്നൊക്കെയാണ് അർജുൻ ആയങ്കി കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കുറ്റവാളി തന്നെയാണ് അർജുൻ ആയങ്കി. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള കേസിലും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ സംഘത്തിലെയൊക്കെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് കണ്ണൂർ സ്വദേശിയായ അർജുൻ ആയങ്കിയെ കണക്കാക്കുന്നത്. ആ അർജുൻ ആയങ്കിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.